എന്താ മോനെ? ആ അച്ഛൻ ഈ വീടിന്റെ പുറത്തിറങ്ങി നിൽക്ക. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനും പിന്നെ ഓട്ടോറിക്ഷ പിടിക്കാനും. ഇവിടെ എങ്ങും അവളുടെ കണ്ണെത്തില്ല. അതൊന്നും പറയാൻ പറ്റില്ലമ്മേ. അവരുടെ പകയും പ്രതികാരമൊക്കെ മരണം വരെ നീളുന്ന. ആ ദീപക്കാണെങ്കി അംബികയുടെ ചാവേറ. അവന് മറ്റൊരു തൊഴിലുമില്ലല്ലോ. അവന്റെ കണ്ണെപ്പോഴും അമ്മയുടെയും ജഗൻ അങ്കിളിന്റെയും പിന്നാലെയാ. അതുകൊണ്ട് അങ്കിൾ ഇതുവരെ താമസിച്ച വീട്ടില് അങ്കിൾ ഇനി താമസിക്കണ്ട. കുറച്ചുകൂടി സേഫ് ആയ ഒരു സ്ഥലം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെവിടെയാ മോനെ? അത് കുറച്ച് ദൂരെയാ. തങ്കമല എന്ന് പറയും. ഞാൻ അവരെ യാത്രയാക്കിട്ട് വരാം. എന്താ മോളെ? കുട്ടിക്കാലത്ത് എന്റെ അമ്മ ആരാ, അമ്മയൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി മോഹിച്ചു. പിന്നെ അമ്മയെ കാണാതെ വന്നപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോ അമ്മ എന്നെയും അച്ഛനെ ഉപേക്ഷിച്ചു പോയെന്ന് അംബിക അമ്മായി പറഞ്ഞറിഞ്ഞു. ആ കാലം മുതൽ എനിക്ക് അമ്മയോട് ദേഷ്യമായി. അമ്മയെ വെറുത്തുകൊണ്ട് ഞാൻ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചു. അച്ഛനെന്നെ തിരിച്ച് സ്നേഹിക്കുന്നതായിട്ട് എനിക്കൊരിക്കലും തോന്നിയില്ല. അച്ഛന്റെ സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം. സ്നേഹം അങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാൻ അച്ഛൻ അറിയില്ലല്ലോ. സത്യം പറഞ്ഞ എനിക്ക് സ്നേഹം തന്നെ എന്നെ വളർത്തിയത്